أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إن عبادي ليس لك عليهم سلطان. اللهم اجعلنا منهم يا الله. إلا من اتبعك من الغاوين أي الكافرين فإن جهنم അവർക്കുള്ള ശിക്ഷ ലമൗഇദുഹും അവരുടേതായ മൗഇദ് ജഹന്നമാകുന്നു. കേട്ടാ, അജ്മഈൻ അവരെല്ലാവരും തന്നെ, അതായത് മനിത്തബഅക്കയും ഐ മന്തബിയക്ക മഅക്കാന്നതാ അജ്മഈൻ, നീ എന്റെ കൂടെ ലഹ അതിനുണ്ട് സബയത്ത് അല്ലാഹ് 7 വാതിലുകളാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. 7 എല്ലാ ഓരോ വാതിൽ കൂടി കടക്കാനും ഓരോ ഐറ്റം കൗമുള്ളത്. ജുസ്ഉൻ നസീബും മഖ്സൂമൻ, അത് ഖിസ്മത്ത് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണത്. ഇന്നൽ മുത്തഖീന മുത്തഖീങ്ങളായ ആൾക്കാരെല്ലാം ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിലും വയൂനിൻ അരുവികളിലുമാണ്. എല്ലാവർക്കും ഒരു തോട്ടമെന്നാണോ? അല്ല, ഓരോരുത്തർക്കും ഓരോ തോട്ടമെന്നാണോ? എങ്ങനെയും വെക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അല്ല, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വയൂൻ ലികുല്ലി വാഹിദിൻ ജന്നത്തുൻ വഅയുനുൻ ഔ ലികുല്ലി മിൻഹാ ഇദ്ദത്തുൻ മിൻഹാ ഫലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞത് 2 തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. المراد بالمتقين الذين اتقوا الشرك بالله سبحانه والكفر به وبه قال جمهور الصحابة والتابعين وهو الصحيح لأن المتقي هو العتي بالتقوى ولو مرة واحدة. മതിയില്ലേ? അല്ല, കല്ലുടിയന്മാരെ സ്വർഗത്തിൽ പോട്ടെ, നമ്മൾ നബിദിനം നടത്തുന്നമാരില്ലായിരുന്നു. അൽമുത്തഖീന എന്നുള്ള അള്ളാരിബെന്നുള്ള എപ്പോഴും അടിച്ചിരിക്കുന്നതാണ്. അള്ളാരിബെന്നുള്ള അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അർത്ഥം കേട്ടോ. വലോ മറത്തൻ ആരിബ്, അങ്ങനെ വലോ മറത്തൻ മതി, ഇത്രയൊക്കെ മതി. ഏട്ടാ എന്താണ് ഇങ്ങനെ നിങ്ങളും കുറെ സൂഫിയാക്കൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് മനുഷ്യന്മാർക്ക് തിരിയാനും വയ്യ പിരിയാനും വയ്യ, അങ്ങോട്ട് പോയാലും തെറ്റ് ഇങ്ങോട്ട് പോയാൽ തെറ്റ്, എന്താണ് ചോദിച്ചു കേട്ടോ. തർക്കോയ്ക്ക് അങ്ങനെ ഇങ്ങനെ അത്ര ഇതായിട്ടുണ്ട്. എന്താ അല്ലേ, മൗലൂദാനതല്ലേ തർക്കോയ്ക്ക് ഇത്ര അല്ലേ? എന്താണ് ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോൾ ദൗത്തില്ലാന്ന് തന്നെ പറഞ്ഞില്ല. ഇത്ര മർത്തവയാണ്. ഒന്നാമത്തത് പൽമുത്തഖീന എന്നുള്ളത് സാദിഖാകാനിപ്പോ എത്ര മതിയെന്ന്. ഹലോ പറഞ്ഞ വാഹിദൻ തഖ്വ ഉണ്ടായാലും എന്താകും? മുത്തഖീങ്ങളിലേക്ക് പെടുത്താൻ ഗതികൂടായൊന്നുമില്ല. അല്ലാരിബ് കമാ അന്നല്ലാരിബ്, ഇങ്ങനത്തെ മുഫസ്സിരീങ്ങൾ ഇറങ്ങിയാല് കമാ അന്നല്ലാരിബ കേട്ടോ. അടിക്കുന്നവൻ ഹുവല്ലാത്തി ബിൽ അർബി വലൗ മറത്തൻ വാഹിദ വൽ ഖാതില ഹുവല്ലാത്തി ബിൽ ഖത്ലി വലൗ മറത്തൻ വാഹിദ. എന്താ فكما أنه ليس من شرط صدق الوصف بكونه ضاربا وقاتلا أن يكون عاطيا بجميع أنواع الضرب والقتل. അങ്ങനെയുണ്ടോ? فكذلك ليس من شرط صدق الوصف بكونه متقيا أن يكون عاطيا بجميع أنواع التقوى. അല്ല, നാടന്മാർ സ്വർഗത്തിൽ പോകണ്ട, നിങ്ങളിമ്മ എന്താ നിങ്ങൾക്കൊക്കെ ചോറ് നാടന്മാരെ കൂടി നരകത്തിട്ട് നിങ്ങളിങ്ങനെ സ്വർഗത്തിൽ പോകാൻ നിൽക്കുക ആണോ? ഇങ്ങനെ ചിലപ്പോൾ സുബൈ നാട്ടിൽ കിരിക്കുന്നുണ്ടാവും. മതി, അത്രയൊക്കെ മതി. എന്താ ഇങ്ങനത്തെ ഇയാളിപ്പോ 5 വക്കത്ത് നിക്കരിച്ചിട്ട് എന്താ കാര്യം? 5 വക്കത്തിൽ അപ്പോൾ ഇറങ്ങി ദൈവത്തുറച്ചില്ല ജോലി, പിന്നെന്തോ. അതിൽ നല്ല നമ്മളെ അബീസാണ്. അബീസ് ആരെ പറ്റിയൊന്നും പറയില്ല, ഓരോ മനുഷ്യനെ പറ്റിയൊന്നും പറയില്ല. എനിക്ക് അബീസൊന്ന് ഭയങ്കര ഇഷ്ടം. എന്താ ഒന്നുമില്ല, ഇനി അങ്ങ് ഉള്ളിൽ ചെന്നാ പിന്നെ ഒരു ശല്യമല്ല, എവിടെങ്കിലും പോയാൽ കിടന്നോളൂ.
അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ അതുകൊണ്ട് നമ്മൾ വഞ്ചിതരൊന്നും ആവണ്ട. കാരണം ഈ ഒരു പ്രാവശ്യം തന്നെ അള്ളാഹു സ്വീകരിക്കണം. അതാണ് വിഷയം. ഒരു പ്രാവശ്യം ചെയ്യുന്ന തഖ്വ തന്നെ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ പോയില്ലേ. അത് നമുക്കറിയാൻ പറ്റത്തോണ്ടാ നമ്മൾ നിരന്തരം ചെയ്യുന്നത് തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ല. ഇത് ഏത് പ്രാവശ്യം സ്വീകരിച്ചെന്ന് ആർക്കറിയാം. അത് നമുക്ക് ഉറപ്പില്ല. ഇത് വായിച്ചു വേണമെന്ന് നടക്കല്ലേ നിങ്ങൾ. لأن الآتي بفرد واحد من أفراد التقوى يكون آتيا بالتقوى يعظم لأن كل فرد من أفراد الماهية يجب كونه مشتملا على تلك الماهية وبهذا التحقيق استدلوا على أن الأمر لا يفيد تكرارا. നമ്മൾ അമറും പറഞ്ഞില്ലേ, അമർ ലാ യുഫീദു തക്റാറ എന്നല്ലേ. അതിന്റെ മാഹിയത്ത് ഉണ്ടാകാൻ എന്ത് മതി? വെള്ളിയാഴ്ച ഉപയോഗിക്കരുതാണ്, അത് മതി. ബാക്കി നിൽക്കാറില്ല, ഒന്നുമില്ല. വെള്ളിയാഴ്ച മാത്രമേ പള്ളി മതി. അതാണ് അങ്ങനെ. ഈ തഹഖീഖിൽ നിന്നാണ് അവർ തെളിവെടുത്തത്. ഉസൂല വൈദാ തബത്ത ദാലിക ഫഅജ്മഅത്തുൽ ഉമ്മത്തു അലാ അന്ന തഖ്വ അനിൽ കുഫരി ശർത്തുൻ ഫീ ഹുസൂലിൽ ഹുക്മി ബിദുഖൂലിൽ ജന്ന. അതിനാണ് മുത്തഖീന ശിർക എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ആയത്തിലും. മുത്തഖീന കുഫ്റ എന്ന് മാത്രമേ. അങ്ങനെ നിങ്ങൾ ഈ സൂഫിയാക്കൾ തഖ്വയിൽ 5-6 തിരിച്ച്, ഒന്ന് ഖാസിനും പിന്നെ ഖവാസിനും പിന്നെ ആമിന്റെ തഖ്വ ഉമൂമു ഖുസൂസും മിൻ വജ്ഹും മുത്തലഖൊന്നും പറയാതെ നിങ്ങളെ പണി നോക്കിയെന്നാണ് ആര് പറഞ്ഞത്? ജമലുൽ മുഫസ്സിറാകുന്നു മുഫസ്സിർ പറഞ്ഞത്. അത് തഖ്വയുണ്ടാകാൻ വലോ മറത്തം വാഹിദ. തഖ്വ എന്ന സംഗതി ഒരാളിന് മുത്തഖിയാകാൻ എന്ത് വേണമെന്നില്ല. 24 hours എന്താവണമെന്നില്ല. ഒരാൾക്ക് മുത്തഖി എന്നൊരു വസ്വാണല്ലോ, നമ്മൾ വസ്വൊക്കെ പഠിച്ചവരല്ലേ. ഒരാൾക്ക് ലാലിബ് എന്ന് പറയാൻ എന്ത് മതി? പലവും മറത്തും വായുന്നതിനാലോ ലാലിബാവും. കാത്തിലെന്ന് പറയാൻ എന്ത് മതി? പല മറത്തും ഹഖീഖത്ത് ഉണ്ടാവുകയെന്നേ ഉള്ളൂ എന്ന്. പക്ഷെ ആ ഹഖീഖത്ത് ഉണ്ടായത് അള്ളാഹു സ്വീകരിച്ചേ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ വരുന്നതൊക്കെ ആ ഒരു ഹഖീഖത്തായിട്ട് നമ്മൾ തള്ളി വിടണം. മനസ്സിലായോ? അവിടെയാണ് അതിന്റെ പക്ഷെ ഉസൂലൊക്കെ പഠിച്ചവർക്ക് എന്നും പറയാം. ഫഅജ്മഅത്തുൽ ഉമ്മത്തു അലാ അന്ന തഖ്വ അനിൽ കുഫരി ശർത്തുൻ ഫീ ഹുസൂലിൽ ഹുക്മി ബിദുഖൂലിൽ ജന്ന. وقال الجبائي وجمهور المعتزلة المتقين هم الذين اتقوا جميع المعاصي എന്നൊക്കെയാണ് ജുബായും മുഅ്തസിലത്തിന്റെ ജംഹൂറൊക്കെ പറയുന്നത്. വേണ്ടാ ഖാലു ലാ നുസല്ലി അന്നഹു ഇസ്മു മദ്ഹിൻ ലാ യതനാവലു ഇല്ലാ മൻ കാന കദാലിക. മുത്തഖി എന്നുള്ളത് മദ്ഹിന്റെ ഇസ്മാണ്. ഒരാൾ വല്ലപ്പോഴും ഒരു തഖ്വ ചെയ്താൽ അയാളെങ്ങനെ മംദൂഹാവും എന്ന് മുഅ്തസിലത്തിന്റെ വാദം. അതല്ല സുന്നത്ത് ജമാഅത്താന്റെ ഇപ്പൊ എന്ത് ചെയ്താൽ മതി. വല്ലപ്പോഴൊക്കെ മൗലൂദ് ചോദിച്ചാലേ സ്വർഗത്തിൽ പോട്ടെ. വെറുതെ നിങ്ങളൊക്കെ പണി നോക്കും ചുമ്മാ. എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ? മുഫസ്സിറിന്റെ തഫ്സീർ എടുത്ത് വായിച്ചിട്ട് അതെന്റെ പണ്ട് ഉമ്മ അറിഞ്ഞു ഓതാൻ വിട്ടത് മെനയായി. മറ്റേ 5 നേരം കറക്റ്റ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കുട്ടികളാ. നിക്കരിച്ച ഓതാൻ പോയിട്ട് വന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. അത് വല്ലപ്പോഴൊക്കെ നിക്കരിക്കുക. എന്നിട്ട് ന്യായങ്ങളും പറയാം. പള്ളിയിൽ ഇമാം മറ്റേ പാർട്ടിയാണ്, ഈ പാർട്ടിയാണ്, അതുകൊണ്ട് പോകണ്ട. അങ്ങനത്തെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കുള്ളത്. എന്ന് അപ്പൊ നമ്മള് ഉസൂലൊക്കെ പഠിക്കുമ്പോഴേ ഇതൊക്കെ നമ്മൾ വെച്ചോളി. നല്ലതാണ്. പറഞ്ഞു വെച്ചൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇതേ സൂറത്തിരിച്ചനാണോ? അത് കാണുന്നില്ല. എവിടെങ്കിലും എടുത്തിട്ട് വെച്ചിട്ടില്ല. അല്ല ഊവിയെന്നോ അജ്മൈൻ ഇല്ല മനിത്തബഅക മിനൽ ഗാവി എല്ലാം കഴിഞ്ഞില്ലേ?
أما الطبقات السافلة فأغلها مخلدة يقول الفقير وللطبقة الثانية اليهود ഒന്നാം തബഖയിലാരാ عن الشيخ الأكبر قدس الله سره الأطهر أنه قال تبقى جهنم خالية فإنها مقر عصاة المؤمنين ولا ريب أن من كان في قلبه مثقال ذرة من إيمان أي من معرفة الله تعالى فإنه لا يبقى مخلدا فتبقى جهنم خالية أما الطبقات السافلة فأغلها مخلد الطبقة الثانية اليهود والثالثة النصارى والرابعة الصابئون والخامسة المجوس والسادسة المشركون والسابعة المنافقون سميت جهنم ولظى لظينا نبرد لشدة إيقادها والحطمة لأنها تحتم تنالي من شماله والسعير لتوقدها والسقر لشدة الالتهاب والجحيم لعمقها والهاوية لهويها وتصفلها في بحر العلوم يعلم أنه لا يتعين لتلك الأبواب السبع إلا من أسأل الله تعالى بالأعضاء السبعة ഏഴായ അവയവങ്ങൾ കൊണ്ട് ഇസ്യാൻ ചെയ്തവർ അല്ലൈനു വൽ ഉദ്നു വൽ ലിസാനു വൽ ബത്നു വൽ ഫർജു വൽ റിജ്ലു ഏഴായില്ലല്ലോ അയിന് ഉദ്ന് ലിസാന് ബത്ന് ഫർജു റിജ്ലു യദ് അല്ലേ കൈയിനത് പറഞ്ഞില്ല കേട്ടാ കൈ പറയാത്തില്ലേ എണ്ണിയത് കൂട്ടിയില്ലെന്ന് തന്നെ കണക്ക് എണ്ണിയത് കൂട്ടിയില്ല എത്ര ധാരമുണ്ടെന്ന് വെച്ചാല് 2 ചെവി പിന്നെ 2 മൂക്ക് 2 കണ്ണ് ഇപ്പൊ എത്ര 6 എണ്ണായി അപ്പുറം ഇപ്പുറം 2 അവിടെ 8 എണ്ണായി എണ്ണിയത് കൂട്ടത്തില്ല വാവ് കൂട്ടത്തില്ല നല്ല 9 എടുത്തുള്ളൂ എത്ര ധാരം ഉണ്ടോ നിനക്കെന്ന് വെച്ചാല് എണ്ണും 2 ചെവി 2 കണ്ണ് അപ്പൊ 8 എണ്ണേ ഉള്ളൂ എണ്ണിയത് കൂട്ടിയില്ല അതിനകത്ത് കൂടെ കൈ കൂട്ടായിരുന്നാലോ കൈ കൂടെ കൂട്ടണം അപ്പൊ 7 ആവും അതാണിപ്പോ നമ്മളെ അവസ്ഥ وما سبعة أبواب بأسبع أعضاء التكليف وهي السمع والبصر واللسان واليدان والقدمان والفرج والبطن فالأعضاء 7 مراتب أبواب النار فاحفظها كلها من كل ما نهاه الله فحرمه وإلا يسير ما كان لك عليك وتنقلب النعمة عقوبة من المتقين في جنات وعيون لا ഇതിനകത്തിനാണ് പറയുന്നത് മറ്റേതിനകത്ത് നമ്മൾ തഫ്സീറാണ് അതൊക്കെ പറയും ഇത് മറ്റേ വലിയ കൂടിയ ഒരാൾക്കാരുടെ തഫ്സീറാണ് അതൊക്കെ വായിച്ചോടെ ജീവിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക് പിന്നെ അല്ലാ ഏതായാലും മുത്തഖീങ്ങൾ പഠിച്ചു തരട്ടെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂനിൻ തജ്രി ഫീഹാ വയഖാലു ലഹും അവരോട് പറയപ്പെടും ഉദ്ഖുലൂഹാ ബിസലാമിൻ എന്നവരോട് പറയപ്പെടും സാലിമീന മിൻ കുല്ലി മഖൂഫിൻ ഔ മഅ സലാമിൻ അങ്ങനെ പറയാം സലാമിൻ വെച്ചാലേ സാലിമീന മിൻ കുല്ലി മഖൂഫിൻ എന്നോ ഔ അല്ലെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് കയറാനെന്നോ ഐ സല്ലിമു വദ്ഖുലു ആമിനീന മിൻ കുല്ലി ഫസഇൻ വനസഅനാ മാ ഫീ സുദൂർ പിന്നെ പല ഹൃദയങ്ങളിലുള്ളതിനെ നാം ഊരി വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഐഹഖദിൻ പോരുകളൊക്കെ പോയി ഇനി അവിടെ ചെന്ന ഏൽപ്പിക്കൊന്നുമില്ല എല്ലാരും ഒരുമിച്ചായി അതിന്റെ മാന ഏതാ ഇനി അവിടെ മറ്റോണായി ഇങ്ങനായി അതൊക്കെ ഊരിക്കളഞ്ഞവരായിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു അല്ലേ അല്ലോ മിൻ ഗില്ലിൻ ഹിഖദിൻ അവർ തന്നെ ഇഖ്വാനൻ ആയ ഹാലിൽ അങ്ങ് കടക്കും സ്വർഗത്തിലേക്ക് ഹാലും മിൻ ഹിം സുദൂരിഹിം എന്നതിൽ നിന്ന് ഹാലാണെന്ന് അങ്ങനെന്നാ എന്താണ്
മിണ്ടുന്നില്ല പിള്ളേര്. ഹാലുൻ പിന്നെ പറ ആമിനീന. അപ്പൊ എങ്ങനെ ഇബാറത്ത് എങ്ങനെ? ഇഖ്വാനൻ ഹാലുൻ മിൻഹിം മിൻ ദമീരി സുദൂരിഹിം അൽ മുദാഫി ഇലൈഹി. മുദാഫി ഇലൈഹി ആര് വരാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ലല്ലേ. ഇതിനെ പറ്റിയല്ലേ നമ്മള് തൂബൻ എഴുതിയത്. മുദാഫി ഇലൈഹി മുദാഫി ഇലൈഹിയുടെ കുല്ല ജുസായി വരുന്നിടത്തൊക്കെ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അല്ലെങ്കിൽ അമൽ ചെയ്യുന്നിടത്തും പറ്റുമെന്നൊക്കെ പറഞ്ഞില്ലേ. لأن المضاف جزء المضاف إليه والعامل بها معنى للإلصاق ويجوز أن يكون حالا من فاعل ادخلوها إخوانا. അപ്പൊ പിന്നെ ഹാലും മുഖദ്ദറാവും. കടന്നിട്ട് വേണ്ട ഇപ്പൊ അതൊക്കെ പറയാൻ. തഖ്ദീർ ചെയ്തിട്ട് ആരെടുക്കേണ്ടി വരും എന്ന് ഈ അതല്ല ഇത് ഈ ആയത്താണ് അവിടെ പറഞ്ഞേക്കുന്നത്. അലാ സുറുരിൻ അവർ തന്നെ കട്ടിളുമേലാണ് മുത്തഖാബിലീന പരസ്പരം നേരിട്ടവരായ ഹാലിലേന്ന്. ഹാലുൻ ആയില്ല അതും ഹാലാണ്. അതായത് ലാ യൻദുറു ബഅദുഹും ഇലാ ഖഫാ ബഅദ്. ബഅദിന്റെ പെരടിക്ക് നോക്കേണ്ടി വരില്ല, മുഖത്ത് തന്നെ നോക്കാം. മനസ്സിലായില്ല? പാർലമെന്റിലൊക്കെ അങ്ങനല്ലേ, ഈ വട്ടമേശ സമ്മേളനം അങ്ങനല്ലേ, വട്ടമേശ സമ്മേളനം അല്ലാതല്ല. നിയമസഭയിലൊക്കെ ബാക്കിലായിരിക്കും. ഇതെങ്ങനെ ആയിരിക്കും? റൗണ്ടായിരിക്കണം കേട്ടാ. ഇനി ദവറാനിൽ അസിറത്തി ബിഹിം അവരെയും കൊണ്ട് ആ ഇരിക്കുന്ന ചെയറെ കറങ്ങുന്നതിന് വേണ്ടി. ലായമസൂം ഫിഹ അവർക്ക് അവിടെ പിടിവിടുകയുമില്ല, നസബുൻ തഅബൊന്നുമില്ല. ഒമാവും അവരല്ലതാനും മിന്നുവ ആ സ്വർഗത്തിൽ നിന്ന് ബിമുഖ്റജീന പുറപ്പെടുകയുമില്ല, പുറപ്പെടുവിക്കപ്പെടുകയുമില്ല. അബദൻ എത്തത്ത അവിടെ ഇങ്ങനെ കിടന്നിട്ട് അല്ലേ. ഇതുപോലെ സമയത്തിനൊക്കെ പോകണമെന്നില്ല. കിടന്ന മനുഷ്യൻ ഇത് വരത്തില്ലേ, ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുക. ഏസി റൂമായാലും എന്തായാലും എത്ര ആൾ കിടക്കും അവിടെ അല്ലേ. അതിനൊരു തുമ്പുണ്ടോ? അല്ലാഹുവോ നമുക്കതില്ല. അല്ലെ പിന്നെ അന്നാനം കണ്ടോണ്ട് ഇങ്ങനെ കുത്തിരുന്ന ഒരു രസമല്ല. അതിപ്പോ എപ്പോഴും കാണത്തില്ല. നമ്മളെന്ത് ചെയ്യും? എന്താ സ്വർഗത്തിലവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്താ ദിക്റൊക്കെ ചെല്ലുമായിരിക്കും. 2 സമ്മേളനോ വർക്ക സമ്മേളനമൊക്കെ രണ്ടത്തിന് പോയത് ഒരു മട്ടമില്ല. അല്ല ഇവിടെ വട്ടിയോട് ചക്കോട്ട് കൂടെ ഇപ്പൊ അവിടുത്തെ കഥെടുത്ത എന്താ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഞമ്മളോട് തസുഖാവുന്നില്ല. അവിടെ എന്തോ കൂടിപ്പോ ഒരാഴ്ചയ്ക്കും അല്ല എന്തോ പിന്നെ അവിടെ ഇറങ്ങി ചാടാൻ തോന്നും മനുഷ്യന്മാർക്ക്. ഇതിങ്ങനെ അവിടെ എന്താണ് ഒന്നും തോന്നില്ലായിരിക്കും അല്ലേ. അല്ലാഹുവല്ലോ എനിക്കറിയില്ല, ഞമ്മക്കറിയില്ല എന്താ അവിടെ ഇങ്ങനെ കൊറേ കള്ളും കൊറേ പെണ്ണും. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാല് കൊറേ കട്ടിളും അല്ലേ അല്ലേ യാക്കൂത്തും ശരീരവും അല്ല. തലവസാന്റെ പാട്ടിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അല്ലാ ഏതായാലും അതിന്റെ തിന്നേലെങ്കിലും എത്തിയാൽ മതിയായിരുന്നു നമ്മള്. അലാ സുറൂറിൻ ജമ്മു സരീരിൻ വ മജ്ലിസുൻ റഫീഉൻ ആലിൻ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവരിൽ നിന്നും അവിടുന്ന് പുറപ്പെടുവിക്കപ്പെടുകയുമില്ല. എല്ലീഗൽ അവിടെ ഉള്ളവരെല്ലാം അവിടെ അങ്ങ് ആഗ്രഹിക്കണം നമുക്ക് ദർശനം പള്ളിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പൊ അല്ലാഹു തആല തരുമായിരിക്കും. മാതസ്തഹീൽ അംഫുസ് കൊണ്ടെന്നുണ്ടല്ലോ, അങ്ങനെ കുറെ ശരിയില്ലേ. നഫ്സിച്ചേക്കുന്ന കിട്ടുമെന്നല്ലേ. ഇതിങ്ങനെ അമലൊന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ പോയി കുത്തിയിരുന്നിട്ട്. അതായത് ഈ പ്രവാചകന്മാർ ഇറങ്ങിപ്പോന്നല്ലേ, ഹജ്ജിലൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലേ.
ഓരോരുത്തന്നെ കുത്തിയിരുന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് മുസ്ലിം അലൈഹി സ്വലാമൊക്കെ അഞ്ചിന്റെ വെളിച്ചോട്ട് ഇറങ്ങി പോരുമല്ലേ അവിടെ അവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്താ പ്രവർത്തന മേഖലയിൽ അങ്ങോട്ട് ഇറങ്ങണ്ട, എന്നാലേ ഒരു രസമുള്ളൂ. അത് ഇങ്ങനെ അടുത്ത് തിന്നും കുടിച്ചും രമിച്ചും സൂഹിച്ചും കളിച്ചും ഇങ്ങനെ കിടക്കുക. അതിനെന്തേ പായതാ അള്ളാഹു വരും അല്ലേ? നമ്മള് പറയുന്ന കുറ്റക്കടാവും. അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് ഇങ്ങനെ ദർശിച്ചോണ്ടിരിക്കണം, അത് മതി. എന്നാ പിന്നെ രസമുണ്ടെന്ന് നോക്കാം. മറ്റതിലൊക്കെ എന്താ രസം അള്ളാഹു. നബ്ബ് ഇബാദി അനൽ ഗഫൂറുർ റഹീം. തങ്ങളെ എന്റെ ദാസന്മാരോട് തങ്ങൾ പറഞ്ഞോളീൻ, അന്നീ ഞാനാകുന്നത്, ഖബ്ബിർ യാ മുഹമ്മദ് ഇബാദി, എടാ അന്നീ ഞാൻ, അനൽ ഗഫൂർ ഞാനാണ് പുറത്തു കൊടുക്കുന്നവൻ, ലിൽ മുഅ്മിനീൻ അർറഹീമു ബിഹിം എന്ന് പറഞ്ഞു കൊടുക്കീൻ, വന്ന അദാബി ഹുവൽ അദാബുൽ അലീം എന്നും പറഞ്ഞോളി. രണ്ടുമായി മനസ്സിലായില്ലേ? നബ്ബി എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു താലയ്ക്ക് ഒരു കുണ്ട്രസ് വരാനായി പിന്നെയും പറയാം, നബ്ബിഉഹും അൻ ദൈഫി ഇബ്രാഹിം. തങ്ങളോട് പറഞ്ഞപ്പോ പിന്നെ തങ്ങളോട് തന്നെ പറഞ്ഞു, തങ്ങളെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന അദാബി ഇന്ന അദബത്തൂന്ന് വേണ്ടാ, അതന്നെ അർത്ഥം. ലിൽ മുഅ്മിനീന അൽ ഉസാത്തി മിൻഹും, അല്ലാത്തവർക്കൊന്നും പുറത്തു കൊടുക്കണ്ടല്ലോ. തംബീഹുൻ ഫി ഹാദിഹിൽ ആയത്തിൽ അത്വായിഫ് അല്ലൂല അന്നഹു സുബ്ഹാനഹു വ തആല അദാഫൽ ഇബാദ ഇലാ നഫ്സിഹി വഹാദാ തശ്രീഫുൻ അദീമുൻ അലാ തറ ഇന്നഹു ഖാല ലിനബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. അസാനി അന്നഹു തആല ലമ്മാ ദക്കറ റഹ്മത വൽ മഗ്ഫിറത ബഅലഗ ഫി തഅക്കീദാത്തി ബി അൽഫാദിൻ സലാസത്തിൻ അന്നീ അനൽ ഗഫൂറു അർറഹീം. അല്ല അന്നീ എന്നുണ്ട് അരുതാക്കിയത്, അനൽ ഗഫൂർ എന്നുള്ള തരീഫ് തറഫൈനിയായ നിലയിൽ അങ്ങനെ എഴുതാക്കിയത്, മനസ്സിലായോ? പിന്നെ ഇസ്മിയ ജുംല കൊണ്ടുവന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ എഴുതാക്കിയത്, എല്ലാം തെക്കി തന്നെ. പിന്നെ മറ്റൊന്നവ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അവിടെ പിന്നെ അപ്പൊ എന്താണ് അവിടെ പറഞ്ഞെന്താ? അന്ന തഅക്കീദാത്തി ബി അൽഫാദ് അവലുഹ ഖൗലു അന്നി ثانيا أنا وثالثها إدغال الألف واللام على قول الغفور الرحيم. لما ذكر العذاب لم يقل أني أنا المعذب ورجلا أنا وإن عذابي هو العذاب الأليم. وما وصف به نفسه بذلك بل قال وإن عذابي هو العذاب الأليم. الثالثة أنه أمر رسوله صلى الله عليه وسلم أن يبلغ إليهم هذا المعنى فكأنه أشهد رسوله على نفسه في التزام المغفرة في إلزام المغفرة والرحمة. الرابعة أنه لما قال نبئ كل من كان معترفا بعبوديتي نبئ عبادين هذا، وهذا كما يدخل فيه المؤمن المطيع كذلك يدخل فيه المؤمن العاصي، وكل ذلك يدل على تغليب جانب الرحمة من الله. عن أبي هريرة رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول إن الله خلق الرحمة يوم خلقها 100 رحمة فأسكن منها عنده 99 99 പഠിച്ചോണ്ടെടുത്തിരിക്കുക. വാറസല ഫീ ഖൽഖി റഹ്മത്തൻ വാഹിദത്തൻ എന്താ ഫലൗ യഅലമുൽ കാഫിറു ബികുല്ലി ല്ലദീ ഇൻദല്ലാഹി മിനർ റഹ്മത്തി ലം യയഅസ് മിനൽ ജന്ന. കാഫിർ നിരാശനാവുകയില്ല. വലൗ യഅലമുൽ മുഅ്മിനു ബികുല്ലി ല്ലദീ ഇൻദല്ലാഹി മിനൽ അദാബി ലം യഅമൻ മിനൻ നാർ. وعن عبادة رضي الله تعالى عنه قال بلغنا عن رسول الله صلى الله عليه وسلم أنه قال لو يعلم العبد قدر عفو الله, അല്ലാഹുവിന്റെ അഫ്വിന്റെ ഖദർ ദാസൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തബറഅ അൻ ഹറാമിൻ, നോക്കങ്ങോട്ട് പോയി അല്ലാഹു തആല അഫ്വ് ചെയ്തു അങ്ങോട്ട് വിട്ടുപോയിരുന്നു, എല്ലാം ഹറാം ചെയ്തിരുന്നു. അത് കണക്ക് നേരെ തിരിച്ചുണ്ട്. വലൗ യഅലമു ഖദറ അദാബിഹി എന്താ ലജമഅ നഫ്സഹു ഇലാ ഖത്ലിഹാ എന്താ
فأنه صلى الله عليه وسلم أنه مر بنفر من أصحابه وهم يضحكون فقال أتضحكون ചിരിച്ചുകൊണ്ട് കുത്തിറക്കാണോ ബൈന ഐദീക്കും അന്നാർ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല വേഗം ആയത്തിറക്കി ഫനസല നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം. എന്താണ് അർത്ഥമായിട്ടും ചായ കൊണ്ടുവന്ന് അവർ നരകത്തിൽ പോകും, അവർ സ്വർഗത്തിൽ പോകും, നമ്മൾ നരകത്തിൽ പോകും കുടിച്ചു ഇത് ഭയങ്കര കട്ടിയും ചൂടും ഇല്ല. ആരെ എവിടുന്നാ ചായ? ഭയങ്കര കട്ടിയാണ്. ഇഞ്ചിയില്ല, ഇഞ്ചി കൊണ്ടേത് നേരെയാവും, നേർത്താവും. فلما بالغ تعالى في تقرير النبوة ثم أردفه بذكر دلائل التوحيد ثم ذكر تعالى عقبه أحوال القيامة وصف الأشقياء والسعداء عدمله أتبع ذلك بقصص الأنبياء عليه السلام ليكون سماعها مرغبا في العبادة الموجبة للفوز بدرجات الأولياء محذرا عن المعصية الموجبة لاستيقاق دركات الأشقياء. فافتتح من ذلك بقصة إبراهيم عليه السلام فقال ونبئهم عن ضيف إبراهيم عندها خطيب. നാല് ഖിസ്സകളാണ്. وقد ذكرها هنا 4 قصص: قصة إبراهيم ثم قصة لوط ثم قصة شعيب ثم قصة صالح وستأتي تفسيره. അതിന്റെ തഫ്സീർ പിന്നീട് ഒരു നമ്മളങ്ങനെ